നേച്ചർ ബ്യൂട്ടി ആസ്വദിച്ച് ലോങ് ഡ്രൈവ് പോവാൻ ഇഷ്ടമുള്ളവർക്ക് പോവാൻ പറ്റിയ സ്പോട്ടാണ് കേട്ടോ. ആതിരപ്പള്ളിയിൽ നിന്ന് വാൽപ്പാറയ്ക്കുള്ള റൂട്ട്. കാട് കൂടാതെ ഒരു വണ്ടിക്ക് കഷ്ടിച്ച് പോകാൻ പറ്റുന്ന നേരോ ആയിട്ടുള്ള ട്രിക്കി റോഡ്സ് ആണ് കേട്ടോ ഈ റൂട്ടിന്റെ പ്രത്യേകത. കാടിന്റെ ഉള്ളിൽ നിന്ന് ഒരു ആനനെങ്കിലും കാണണം എന്നുള്ള ആഗ്രഹത്തിലാണ് എല്ലാരും കൂടെ ഉണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങളുടെ ട്രിപ്പ് കഴിഞ്ഞ് എന്റെ പിറ്റേന്ന് തന്നെ ആന ഇറങ്ങി അവിടെ വൻ സീനാക്കിയ വാർത്ത കണ്ടപ്പോ ഞാൻ വിചാരിച്ചു കാണാഞ്ഞത് നന്നായി ഇത്. കാരണം ഞാൻ പറഞ്ഞ പോലെ ഒറ്റക്കുള്ള പോലെയല്ല, ഫാമിലി ഉണ്ടാകുമ്പോൾ കൂടെ വന്നവരെ സേഫ് ആയിട്ട് വീട്ടിൽ തിരിച്ചെത്തിക്കുക എന്നുള്ളതും കൂടെ നമ്മളെ ദൗത്യത്തിൽ പെട്ടാണ്. പോസ്റ്റത്തെ പോലീസ് വരുമ്പോൾ കുറെ നിർദ്ദേശങ്ങൾ പറഞ്ഞിരുന്നു. കാടിന്റെ ഇടയിൽ എവിടെ നിർത്തരുതെന്നും വൈൽഡ് ആനിമൽസിനെ ഒന്നും ഫീഡ് ചെയ്യാൻ ശ്രമിക്കരുതെന്നൊക്കെ. പക്ഷെ ചില സ്ഥലത്തു നിന്നൊക്കെ നമ്മളെ വണ്ടി മാത്രം ആ റൂട്ടിൽ ഒറ്റപ്പെട്ടപ്പോ എനിക്ക് കുറച്ചൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ടായിട്ടോ. ഞാനൊരു പെണ്ണായതുകൊണ്ടും എന്റെ കൂടെ ഫാമിലി ഉണ്ടായതുകൊണ്ടാണോ എന്നറിയില്ല, കുറച്ച് നല്ല ചേട്ടന്മാരുള്ള ഒരു വണ്ടി കാട് ഇറങ്ങണ വരെ നമ്മളെ ഫോളോ ചെയ്ത് വന്നു കേട്ടോ. അങ്ങനെ 2-2.5 മണിക്കൂർ കണ്ണും കാതും തുറന്നിട്ടുള്ള ആ ഡ്രൈവിന് ശേഷം കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. തമിഴ്നാട് ബോർഡറും കടന്ന് നമ്മൾ വാൽപ്പാറ എത്താനായിട്ടുണ്ട്. അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് തേയിലത്തോട്ടത്തിന്റെ ഇടയിലൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് റിലാക്സ് ചെയ്ത് കുറച്ചു നേരം ചില്ല് ചെയ്തു കേട്ടോ. പിന്നെ വാൽപ്പാറ എത്തി അവിടെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് അവിടെ ഒക്കെ കുറെ നടന്ന് കണ്ടു. ഇന്ന് എവിടെ സ്റ്റേ എടുക്കാനുള്ള പ്ലാൻ ഒന്നുമില്ല, സ്ഥലം കാണുക, എൻജോയ് ചെയ്യുക, വീട്ടിലേക്ക് തിരിച്ച് ഡ്രൈവ് ചെയ്യുക. അങ്ങനെ ഓരോ യാത്രക്കും 1000 കഥകളും ഉണ്ടാവും കേട്ടോ എനിക്ക് പറയാൻ വേണ്ടിയിട്ട്. കുറെ നല്ല മെമ്മറീസ് ആയിട്ട് ഞങ്ങൾ പതുക്കെ ചുരം ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ 41 ഹെയർപിൻ ബെൻസും കടന്ന് വാൽപ്പാറയിന്ന് പൊള്ളാച്ചി കടന്ന് മീനാക്ഷിപുരം കഴിഞ്ഞ് മുതലമട കടന്ന് പറളി കഴിഞ്ഞ് ഒറ്റപ്പാലം കഴിഞ്ഞ് പട്ടാമ്പി, അങ്ങനെ പേരറിയാത്ത കുറെ റൂട്ട്സും കടന്ന് അവസാനം നമ്മൾ വീടെത്തിട്ടോ. എന്റെ ലൈഫിലെ റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു ലോങ് ഡ്രൈവ് ആയിരുന്നു ഇട്ടത്. ഓൾമോസ്റ്റ് 300-350 കിലോമീറ്ററോളം ഞാൻ ഇവരെയും വെച്ച് ഓടിച്ച് വന്നു എന്ന് ഞാൻ ആലോചിച്ചപ്പോ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ എല്ലാ പ്രാവശ്യത്തെയും പോലെ അൽഹംദുലില്ലാ ഫോർ എവറിത്തിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു യാത്രയും കൂടെ എന്റെ ലൈഫ് ടൈം മെമ്മറി ബുക്ക് ഞാൻ ആഡ് ചെയ്തു കേട്ടോ.